അയ്യപ്പന്റെ സ്വർണം അടിച്ചുമാറ്റി ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പത്മകുമാർ മാസങ്ങൾക്ക് മുൻപ് ഒരു പ്രതികരണം നടത്തിയിരുന്നു. പാർട്ടിയുമായുള്ള തർക്കത്തിന്റെ ഫലമായി BJP നേതാക്കൾ അദ്ദേഹത്തെ സന്ദർശിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്, SDPയിൽ ചേർന്നാലും ഞാൻ BJPയിൽ ചേരില്ല. ഇദ്ദേഹം നിലവിൽ BJPക്കാരനായിരുന്നുവെങ്കിലുള്ള അവസ്ഥയോ? അയാൾ പറഞ്ഞത് സത്യമാണ്. അത് രണ്ടാമത് പറയാം. പിന്നെ ഈ പോയത് ഒരാൾ മറ്റൊന്ന് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ആരാണെന്നറിയാതെ പെട്ടെന്ന് എന്തിനായി നേതൃത്വം പോണത്? അവിടെ പോയിട്ട് എന്തിനു ചർച്ച ചെയ്യാൻ പോകണം? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അയാൾ എന്തുകൊണ്ട് അതിൽ വിടാൻ നിശ്ചയിച്ചു, അല്ലെങ്കിൽ എന്തിന് അവരെ പാർട്ടിക്കാരെ ഇതെന്ന് മാത്രമല്ല, മാറ്റി നിർത്തുന്ന സമയത്ത് ഉടനെ ചെന്ന് അവരെ കണ്ട് അവരോട് സംസാരിച്ച് ഞങ്ങളുടെ കൂടെ വരണം എന്ന് പറയാൻ പോകുന്നത് ഏറ്റവും വലിയ തെറ്റാ. ശരി, അതിൻ്റെ രീതിയില്ലേ? ഏത് സംഘടനയാണെങ്കിലും ആ സംഘടനയ്ക്ക് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ശൈലിയുണ്ട്. ആ ശൈലി അനുസരിച്ച് എനിക്ക് തോന്നുന്നു BJP പോലത്തുള്ള പാർട്ടിക്കാരെ അവരെ നിരന്തരമായിട്ട് സമ്പർക്കം ചെയ്ത് അവരോട് ഇന്ന പാർട്ടിയിൽ ചേരണമെന്ന് പോലും പറയണ്ട, സമ്പർക്കം ചെയ്ത് നമ്മുടെ രീതി എന്താണെന്ന് അവർ മനസ്സിലാക്കുന്ന സമയത്ത് അവർ സ്വാഭാവികമായിട്ട് വരുന്നതല്ല ഏറ്റവും നല്ലത്. ഇപ്പം എന്ത് സംഭവിച്ചു? അയാളെ BJPയിലായിരുന്നെങ്കിൽ, ഇനി കോൺഗ്രസ് ആണെങ്കിൽ ഏത് പാർട്ടിയാണെങ്കിലും, ആ കൊണ്ടുപോയി വന്നിരുന്ന പാർട്ടി നാണം കെടില്ലായിരുന്നു. നാണം കെട് മാത്രമല്ല, നാറുമായിരുന്നു. കാരണം അയാളിപ്പോൾ BJPയിലാണ് വന്നിരുന്നത്, BJPക്കാരെന്ന് പറയും. കോൺഗ്രസ്സാന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സാന്ന് പറയും. കോൺഗ്രസ്സിൽ വന്നിട്ട് കോൺഗ്രസ്സാന്ന് പറയും. തലയൂരാൻ ഏറ്റവും പറ്റിയൊരു ചാൻസ് ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ വന്നിരുന്നെങ്കിൽ. അല്ലാതെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരായിരുന്നു പത്മകുമാർ. അവിടുത്തെ അയ്യപ്പ ഭക്തനെയായാലും അതോടൊപ്പം തന്നെ പലരെ അപമാനിക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്തുന്ന ഒരാളെ എങ്ങനെ ക്ഷണിക്കാൻ? അതെ, അതും തെറ്റാണ്. അങ്ങനെ പാടില്ലാത്തതല്ലേ. കാരണം അപമാനിക്കാൻ ശ്രമിച്ച ആളുകളെ കൊണ്ടുവരിക, ആരെ വിളിക്കുക എന്ന് പറഞ്ഞാൽ വന്നതുകൊണ്ട് എന്താ പ്രയോജനം? വന്നതുകൊണ്ട് പ്രയോജനമില്ല എന്നുള്ളത് ഇപ്പം തെളിഞ്ഞല്ലോ. പിന്നെ രണ്ടാമത്തത് അയാൾ പറഞ്ഞ വാക്ക്, ഞാൻ SDPയിൽ പോയാലും BJPയിലേക്ക് പോയില്ല. അപ്പോൾ അതും തെളിഞ്ഞു. അയാൾക്ക് പറ്റിയ പ്രസ്ഥാനം SDP ചെയ്യാം. കാരണം സ്വർണ്ണക്കടത്താണ് അവരുടെ പണി. സ്വർണ്ണ നാണയങ്ങൾ കടത്ത്, സ്വർണ്ണക്കടത്ത്, ഇങ്ങനത്തെ കാര്യങ്ങൾ, കള്ളക്കടത്ത്, കരിഞ്ചന്ത, അതേപോലെ തന്നെ ലഹരി സാധനങ്ങൾ കടത്തൽ, ഇതൊക്കെയാണല്ലോ അവർക്ക് പറ്റിയ അനുയോജ്യമായ പേര് പണി. രാജ്യദ്രോഹ പ്രവർത്തനം, ഇതെല്ലാം സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കണം. അതെ, വിട്ടിട്ടുണ്ടോ എന്നുള്ളത്. അപ്പം പക്ഷേ ഇയാളിപ്പം എന്താ കടത്തിയത്? സ്വർണം. ആ കടത്തിയോ എന്നുള്ളത് വേറെ കാര്യം. ഏതായാലും അതാണല്ലോ ചെയ്തത്. അപ്പം ഇയാൾക്ക് പറ്റിയത് SDPI, രണ്ടും കൂടി യോജിക്കുള്ളൂ. പിന്നെ ഒന്നും കൂടി നോക്കണം, രാജ്യദ്രോഹ പ്രവർത്തനത്തിന് വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന SDPIക്ക് പോയാലും എന്ന് പറഞ്ഞാൽ പോലും SDPI ആയിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടോ എന്ന് നോക്കണം. കാരണം ഡയറക്റ്റ് രാഷ്ട്രീയ ബന്ധം അല്ലെങ്കിലും ശരി, കള്ളക്കടത്ത്, അതേപോലെ തന്നെ ഇതേപോലെ സ്വർണം മാറ്റൽ, ഇതെല്ലാം അവരുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളതും കൂടി അന്വേഷിക്കേണ്ടതാണ്. എന്നാലേ അപ്പോൾ അയാളുടെ എന്തുകൊണ്ട് ഇയാൾ പറഞ്ഞു എന്നുള്ളതിൻ്റെ സത്യാവസ്ഥയും കൂടി വരുള്ളൂ. കാരണം ഇപ്പം എന്താ കാണുന്നത് മുഴുവൻ അയ്യപ്പൻ ഇവരെ ആരും വിടില്ല എന്നുള്ള തെളിയിച്ചുകൊണ്ട് ഇത്തരം ഭാഷകൾ ഉപയോഗിച്ചവരെ, തെളിഞ്ഞ വെള്ളത്തിൽ നിൽക്കാൻ ശ്രമിച്ചവരെ, ഇതെല്ലാം കൃത്യമായിട്ട് ഇപ്പം അയ്യപ്പൻ തെളിയിക്കുകയാണ്. ഇവരൊക്കെ സാമൂഹ്യ വിരുദ്ധരോ ദ്രോഹികളോ അയ്യപ്പ ഭക്തരല്ലാത്തവരോ ആണ് എന്നുള്ളതും, അയ്യപ്പൻ്റെ ഭക്തി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചവരാണെന്നുള്ളതും, ശബരിമലയിലേക്ക് വരുന്നവരെ ഉപദ്രവിച്ചവരാണ് എന്നുള്ളതും ഇപ്പം മെല്ലെ 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 മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇയാളുടെ വാക്ക് വളരെ സത്യസന്ധമായി ഇപ്പം ഭവിച്ചു. അയ്യപ്പൻ അത് തന്നെ മുന്നോട്ട് കൊണ്ടുവന്നു, അധപ്പതനത്തിലേക്ക് ഇയാളെ ആക്കി തീർത്തു. സാക്ഷാൽ അയ്യപ്പനാണ്, അല്ലാതെ ഒരു പാർട്ടിയൊന്നും അല്ലാതൊന്നും ചെയ്തിരിക്കുന്ന അയ്യപ്പൻ്റെ കളി തന്നെയാണ് ശരിക്കും ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ഇദ്ദേഹം നല്ലവനാണെന്ന് പറഞ്ഞവരില്ലേ, ഒരു കുഴപ്പക്കാരനുമല്ല, നല്ല ആളാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറാക്കിയത്. ഇതിൻ്റെ മുമ്പിൽ മുമ്പ് ആരോപണം ഉണ്ടായിട്ടില്ലേ? ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇദ്ദേഹം ആകെ പൊളിഞ്ഞ് നാല് സമയത്ത് ഒന്നുമില്ലായി. പിന്നെ ഇവിടുന്ന് പെട്ടെന്ന് ഇദ്ദേഹത്തിന് സമ്പത്തുണ്ടായി. അവരുടെ പാർട്ടിയിൽ തന്നെ ചർച്ച ചെയ്തല്ലേ ഇതെല്ലാം.
പിന്നെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിനെ അകറ്റി നിർത്താൻ 2 ഗ്രൂപ്പുകളിൽ അകറ്റി നിർത്താൻ ശ്രമിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരാളെ കൊണ്ടുവരാൻ അവർ പോയ തെറ്റ്, അതേപോലെ തന്നെ ആ ആൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല എന്നിങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ സമ്പത്തിനെ കുറിച്ച് അന്വേഷിക്കണ്ടേ? ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടതായിട്ട് ഇനിയും ഇതിപ്പം മുഴുവനായിട്ടില്ല, ഒരു ചെറിയ ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ. അല്ല, ഈ പത്മകുമാർ ഇപ്പോൾ മന്ത്രിക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട്, മുൻ മന്ത്രിക്കെതിരെ. അപ്പോൾ മന്ത്രിയും പിടിയിലാകുമോ? മന്ത്രി പിടിയുമ്പോൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ പിടിയിലാകില്ല. ഇത് ആദ്യം മുതലേ നമ്മൾ പറയാറില്ലേ, ഇത് ഒരാളിലോ 2 ആളിലോ 10 ആളിലോ നിൽക്കുന്ന അല്ല. പാർട്ടിയുടെ താഴെ ഘടകം മുതൽ മുകളിലെ ഘടകം വരെ അവരും ഉണ്ട്. അതേപോലെ തന്നെ ഉന്നത സ്ഥാനം അലങ്കരിച്ചിരുന്ന പല ആൾക്കാരും ഇതിലുണ്ടായിരിക്കും. നമുക്ക് അനുമാനിക്കാം, നമുക്ക് ചിന്തിക്കാം, ഭഗവാൻ അയ്യപ്പൻ ഇവരെ ആരും വെറുതെ വിടില്ല. അതുകൊണ്ട് ഇവരുടെയൊക്കെ വായി കൂടി തന്നെ അയ്യപ്പൻ പറയിപ്പിക്കും, ഇതിൻ്റെ നിജസ്ഥിതി ഇതാണ്, ഇതിൻ്റെ സത്യാവസ്ഥ ഇതാണ്, ഇന്നെ ആൾക്കാർ ഇതിൽ പങ്കാളിയായിട്ടുണ്ട് എന്നുള്ളത്. ഈ പിടിക്കപ്പെടുന്ന ഒരു ചിന്താഗതി, ഞാൻ കുടുങ്ങി, അങ്ങനെയാണെങ്കിൽ മറ്റൊരാൾ കൂടി കുടുങ്ങട്ടെ എന്ന അവസ്ഥയിലേക്ക് മാറിയോ? ഇല്ല, അങ്ങനെ മാറിയതല്ല. അവർ സത്യമാണ് പറയുന്നത്. ചിലപ്പം ഭയം കൊണ്ടായിരിക്കാം. കാരണം ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, അയ്യപ്പൻ ഇവരെ കൊണ്ട് സത്യം പറയട്ടെ, ഇനി ഇവർക്ക് സത്യം പറഞ്ഞാലേ നിലനിൽപ്പുള്ളൂ എന്നുള്ളത്. ഇവരെല്ലാവരും ഇപ്പം ഭക്തന്മാരായി. അയ്യപ്പൻ പത്മകുമാർ എന്താ പറഞ്ഞത്? ഇതിൻ്റെ സത്യാവസ്ഥ മുഴുവൻ അയ്യപ്പനിൽ അർപ്പിക്കുകയാണെന്നുള്ളതല്ലേ. അപ്പോൾ ഇവർ അയ്യപ്പനിലാണ് ഇതെല്ലാം. അപ്പം അയ്യപ്പൻ ഇപ്പോഴാണ് ഇവര്. അല്ല, എന്തായാലും പിണറായി വിജയന്റെ അയ്യപ്പ സംഘം കൃത്യമായി വലിച്ചു. കള്ളന്മാരെല്ലാം മുഴുവൻ. ചിലപ്പോ പിണറായി വിജയൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകും, കള്ളന്മാരൊക്കെ വരട്ടെ, ചിലപ്പോ ഇനി പിണറായി വിജയനിലേക്ക് എത്തുമെന്നുള്ളത് അതും കണ്ടറിയണല്ലോ. സംഗമം നടത്തിയ ആളെ പിടിക്കപ്പെടുക. അവസാനം ഇതിന്റെ എല്ലാ കാര്യങ്ങളും സംഗമം നടത്തിയ ആള്, ആസൂത്രണം ചെയ്ത ആള്, കാരണം ദേവസ്വം മന്ത്രി ഉണ്ടല്ലോ കിടക്കുന്നത്, അതിന്റെ മുഖ്യ സംഘാടകൻ ദേവസ്വം മന്ത്രിയായിരുന്നില്ലേ? അപ്പൊ അതും കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാം കണ്ടറിഞ്ഞ് കാണാം. പണ്ട് നമ്മുടെ ജോത്സ്യൻ കണ്ടിരുന്നല്ലോ, ജോത്സ്യന്റെ വിവാദം വന്നു. അപ്പൊ ഈ ജോത്സ്യന്റെ അടുത്തും പറയുമോ എന്തല്ലോ ഇതിനൊരു പരിഹാരം? പോവും, ആരും അറിയാതെ ഇതൊക്കെ ഇപ്പം മിക്കവാറും അന്വേഷണം നടത്തി പോയി കഴിയുമ്പോൾ പലരും ചില സമയത്തൊന്നും കാണാൻ സാധിക്കണ്ടാവില്ല. കാര്യം ഇവർ ജോലിസിൻ്റെ അടുത്തും അത്തരം ആൾക്കാരുടെ അടുത്തൊക്കെ ആയിരിക്കും. അങ്ങനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ പലരുടെയും അടുത്തവർ പോയി നിൽക്കുക, അന്വേഷിക്കുക, എങ്ങനെയാണ് ഇതിൽ രക്ഷപ്പെടാൻ പറ്റുക. ഇനി വീട്ടിൽ വെച്ചിട്ട് തന്നെ അയ്യപ്പനെ ഇതൊക്കെ ചെയ്തതിന് പശ്ചാത്തപിച്ചുകൊണ്ട് പ്രായശ്ചിത്ത പൂജകൾ നടത്തുന്നുണ്ടോ ദൈവത്തിനെ അറിഞ്ഞോളൂ. അതും നടത്തുന്നുണ്ടാവും. രക്ഷപ്പെടാനുള്ള സകല മാർഗങ്ങളും ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സാധാരണ പോലെയല്ലല്ലോ, ഒരു കേസിൽ ഒരാൾ ക്രിമിനൽ ഒരു കേസിൽ പെടും പോലെ അല്ല. ഇത് അയ്യപ്പനുമായി ബന്ധപ്പെട്ട കോടിക്കണക്കിന് ആളുകൾ അറിയുന്ന സംഭവങ്ങളാണിത്. ഇപ്പം പോരാത്തത് ശബരിമല സീസണാണ്, ഓരോ ദിവസവും ലക്ഷങ്ങൾ വരികയാണ്. ഇവരെല്ലാം ഇത് അറിയണമല്ലോ. എന്തായാലും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഇത് ചർച്ചയാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകം ഇതറിയുന്നു. അയ്യപ്പനെ ആഗ്രഹിച്ചതൊക്കെ തന്നെയാണ്. എന്നെ മോഷ്ടിക്കാൻ ശ്രമിച്ചവർ, എൻ്റെ സാധനങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ചവർ, എൻ്റെ ഭക്തന്മാർ എനിക്ക് തന്നിട്ടുള്ള സാധനങ്ങൾ, ഇതെല്ലാം നശിപ്പിച്ചവരെയും ഇല്ലാതാക്കിയവരെയും ആ ജനത്തിൻ്റെ മുമ്പിൽ തന്നെ ഞാൻ അവതരിപ്പിക്കണം എന്ന് അയ്യപ്പൻ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും. അതാണ് ഈ കാണുന്ന കളി മുഴുവൻ. ഇനി ആ ഉന്നതരിലേക്ക് എത്തുമോ? ഉന്നതരിലേക്ക് എത്തും കാരണം പത്മകുമാറിലേക്ക് എത്തും എന്ന് പറഞ്ഞ സമയത്ത് അറിയാൻ വിശ്വസിച്ചിരുന്നു. അവരുടെ പാർട്ടി എന്താ പറഞ്ഞത്? അത് ശുദ്ധനാണ്, നല്ലവനാണെന്നൊക്കെ അല്ലേ. പക്ഷെ ശബരിമലയുമായി ബന്ധമുള്ള കുടുംബമാണ് ഇതൊക്കെ തന്നെ പറഞ്ഞത്. ഇന്നലെ ഒരു ചർച്ചയിൽ ഒരു പ്രമുഖ വ്യക്തിയുടെ കുടുംബക്കാരൻ സംസാരിക്കുന്നത് കേട്ടു. നമ്മളെല്ലാവരും കേട്ടതാ. എന്നിട്ടും അയാൾ വിശ്വസിക്കുന്നില്ല. ഇപ്പം അവരിലേക്കൊക്കെ എത്തുമെന്നും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനത്തെ ആൾക്കാരുടെ കുടുംബത്തിൽ. അപ്പം അതൊക്കെ ഇതൊരു കൂട്ടുകച്ചവടമായിരുന്നല്ലോ. അതെ, കൂട്ടുകച്ചവടമാണ് ഇവരൊക്കെ ആയിട്ടുള്ളത്. അപ്പം ഈ മാധ്യമങ്ങളിൽ വന്നിരുന്ന് സംസാരിക്കുന്ന ആളുകൾ തന്നെ അവരിലേക്ക് എത്തിപ്പോലും പെട്ടാൽ പോലും അത്ഭുതപ്പെടാനില്ല. കാരണം കള്ളൻ എന്ന് പറഞ്ഞ് മോഷ്ടാവിൻ്റെ പിന്നാലെ ഓടുന്ന ആൾക്കാരെയാണ് അവസാനം പ്രതികളായിട്ട് പിടിക്കപ്പെടുക അന്വേഷണത്തിൽ. അതേപോലെയൊക്കെ സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ലല്ലോ. ഇത്രയും ദിവസമായിട്ട് കണ്ടുപിടിയിരിക്കുന്ന കാര്യം അതല്ലേ. ഏതായാലും അയ്യപ്പൻ വീണ്ടും ഞാൻ പറയണം, അയ്യപ്പൻ വെറുതെ വിടില്ല. അവരാരെയും കണ്ടറിഞ്ഞ് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.